അപ്പോൾ അയോധ്യയിലെ 4 രാജകുമാരന്മാരുടെയും കഥ അന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിയതാണ്. ആ ബാക്കി കഥ കേൾക്കാൻ എല്ലാവരും ഇപ്പോൾ റെഡിയാണ്. ടീച്ചറമ്മയുടെ ആ സംഭവ ബഹുലമായ കഥകൾ എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. അയോധ്യയിലെ 4 രാജകുമാരന്മാരും വളരെ ആഹ്ലാദത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് ശ്രീരാമനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ലക്ഷ്മണനാണ്. ഭരതനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ശത്രുഘ്നനുമാണ്. അപ്പോൾ അങ്ങനെ 4 പേരും സന്തോഷത്തോടെ കൊട്ടാരത്തിൽ ആ ശസ്ത്രവിദ്യകളൊക്കെ അഭ്യസിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രാജ്യത്തെ ജനങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി ഒരു യാഗം നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ യാഗം നടത്താൻ തീരുമാനിച്ച സമയത്ത് അവിടെ എല്ലാ രാക്ഷസന്മാരുടെ അതിയായ അക്രമങ്ങൾ നടക്കുകയാണ്. അവർ ഇപ്പോൾ യാഗ സ്ഥലത്ത് ഭക്ഷ്യമൃഗാദികളുടെ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടിടുക, മുനിമാരുടെ തലമുടി ചുറ്റിപ്പിടിച്ച് അവരെ വധിക്കുക, അങ്ങനെ അക്രമങ്ങൾ. ഈ അക്രമങ്ങളിൽ നിന്നെല്ലാം യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൊണ്ടേ കഴിയൂ എന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അയോധ്യയിലേക്ക് വന്ന് ദശരഥ രാജാവിനോട് ശ്രീരാമനെ തൻ്റെ ഒപ്പം വിടണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവ് ദുഃഖിതനായി. തൻ്റെ പുത്രന്മാരെ ആവോളം വാത്സല്യം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന രാജാവല്ലേ, അദ്ദേഹം വളരെ ദുഃഖിതനായി. എന്നാൽ വിശ്വാമിത്രനോട് തടസ്സം പറയാനും പറ്റില്ല. പറഞ്ഞാൽ അദ്ദേഹം ശപിച്ചാലോ. അതുകൊണ്ട് കൊട്ടാര ഗുരുവായ വസിഷ്ഠ മുനി പറഞ്ഞു, ശ്രീരാമനെ വിശ്വാമിത്രനൊപ്പം വിടാം. അങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം വിശ്വാമിത്രന്റെ കൂടെ വനത്തിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും വസിഷ്ഠനോടൊപ്പം വനത്തിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ആ വഴിനീളെ വിശ്വാമിത്രൻ ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളല്ലേ, അവർക്ക് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പല സ്ഥലങ്ങളിലും മുനിമാരി യാഗം നടത്തുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയം പെട്ടെന്ന് തന്നെ 2 രാക്ഷസ വീരന്മാർ സുബാഹുവും മാരീചനും 2 പേരും കടന്നു. സുബാഹുവും മാരീചനും താടകയുടെ പുത്രന്മാരാണ്. താടക എന്ന് പറയുന്നത് വളരെ ഘോര രൂപിണിയായ രാക്ഷസിയാണ്. സാധാരണ മനുഷ്യരെയൊക്കെ പിടിച്ചു വിഴുങ്ങുന്ന തരത്തിലുള്ള ഘോരയായ രാക്ഷസി. അപ്പം അവരുടെ മക്കളായ സുബാഹുവും മാരീചനും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വരുന്ന ഈ ബാലകന്മാരെ എതിരിടാനായി വന്നു. ആ സമയത്ത് ശ്രീരാമൻ അമ്പെയ്ത് സുബാഹുവിനെ കൊന്നു. മാരീചൻ ഓടിപ്പോയി സമുദ്രത്തിൽ ഒളിച്ചു. മറ്റ് രാക്ഷസന്മാരെയൊക്കെ ലക്ഷ്മണൻ കൊന്നൊടുക്കി. അങ്ങനെ അവര് വീണ്ടും യാത്ര തുടർന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിശ്വാമിത്ര മഹർഷി ബാലന്മാരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഘോരരൂപിണിയായ താടകയെ പറ്റി പറഞ്ഞു. താടകയെ പറ്റി വിവരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ താടക അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട താടകയെ ശ്രീരാമൻ യുദ്ധം തുടങ്ങി. ഈ ബാലന്മാർ, ഈ കൊച്ചുകുട്ടികൾ, അവരെ അടുത്ത് മുഴുവനോടെ വിഴുങ്ങാനുള്ള കൽപ്പ് താടകയ്ക്കുണ്ട്. പക്ഷേ ശ്രീരാമന്റെ അമ്പിനാൽ താടകയും വധിക്കപ്പെട്ടു. അവിടുന്ന് അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്ര തുടർന്ന് കുറേ കഥകളൊക്കെ, പാലാഴി മഥനം, ഗംഗാവതരണം, ഇങ്ങനെയുള്ള കഥകളെല്ലാം പഴയ പുരാണ കാര്യങ്ങളും പഴയ കാര്യങ്ങളുമായിട്ടുള്ള കഥകളെല്ലാം വിശ്വാമിത്രൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ കാടും മേടും എല്ലാം കടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ അവിടെ ഒരു ആശ്രമം, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ആശ്രമം. ഈ ആശ്രമം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് അഹല്യയും ഗൗതമ മുനിയും വസിച്ചിരുന്ന ആശ്രമമാണെന്ന് മനസ്സിലായി. അപ്പോൾ വിശ്വാമിത്രൻ ആ ആശ്രമത്തെ പറ്റിയുള്ള വിവരണങ്ങൾ വളരെ ധർമ്മപത്നിയായിരുന്ന അഹല്യയും
ഗൗതമ മഹർഷിയും അവരുടെ സർവജ്ഞനായ പുത്രൻ ശതാനന്ദനും വസിച്ചിരുന്ന ആശ്രമമാണ്. അപ്പൊ എന്ന പുലർകാലത്തിൽ ഒരേ സമയം ഗൗതമ മുനി കുളിച്ച് പൂജകൾക്കായിട്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോ അതിസുന്ദരിയായ അഹല്യയെ മോഹം തോന്നി ദേവേന്ദ്രൻ ഒരു ദിവസം ആശ്രമത്തിനടുത്ത് നിന്ന് പുലർകാലമാകുന്നതിന് മുമ്പ് പൂവൻ കോഴിയായി നിന്ന് കൂവി. ആ സമയത്ത് ക്ലോക്കും സമയം നോക്കാനുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല. പുലർകാലമാകുന്നത് കോഴി കൂവുന്ന സമയമാണ്. അപ്പോൾ കോഴി കൂവിയപ്പോൾ ഗൗതമ മഹർഷി സ്നാനത്തിനായിട്ട് പിന്നെ നദീതീരത്തേക്ക് പോയി. ആ സമയത്ത് ദേവേന്ദ്രൻ ഗൗതമ മുനിയായി ആശ്രമത്തിനകത്ത് കിടന്നു. ഇത് മനസ്സിലാക്കിയ ഗൗതമ മുനി തിരിച്ചു വന്ന് അഹല്യയെ ശപിച്ചു. അഹല്യ കല്ലായി. പൂർവാർത്ഥത്തിൽ ശ്രീരാമൻ വന്ന് അദ്ദേഹത്തിന്റെ കാൽ സ്പർശമേൽക്കുമ്പോൾ പൂർവസ്ഥിതിയിലാകുമെന്ന് ശാപമോക്ഷം. അപ്പോൾ ആ ആശ്രമത്തിനടുത്ത് ആ അഹല്യ കല്ലായി കിടക്കുന്ന അഹല്യയെ കാണിച്ചു കൊടുത്ത വിശ്വാമിത്രൻ ആ സമയത്ത് ശ്രീരാമൻ അതിൽ പാദം കൊണ്ട് സ്പർശിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അഹല്യ കല്ലായി കിടന്നിരുന്ന അഹല്യ സ്ത്രീ രൂപമായി മാറുകയും ആ സതീരത്നം ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഗൗതമ മുനിയും അദ്ദേഹത്തിന്റെ മകനായ സദാനന്ദനും അവിടെ എത്തുകയും ചെയ്തു. അവിടുന്ന് വീണ്ടും ഒരു യാത്രയായി. അങ്ങനെ യാത്രയായി പോകുന്ന സമയത്താണ് ജനകരാജാവിന്റെ മകളായ സീതയുടെ വിവാഹത്തെ പറ്റി വാർത്ത നാലുപാടും പരന്നത്. ബാലികയായ സീതയെ വിവാഹം കഴിക്കണമെങ്കിൽ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ശൈവചാപം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വില്ല്. അത് ആ അമ്പ് വില്ലിന്റെ വില്ല്. ആ വില്ല് മഹേശ്വരൻ കൊടുത്തിട്ടുള്ളതാണ്, ശിവൻ കൊടുത്തിട്ടുള്ളതാണ്. ശൈവശാപം, വൈഷ്ണവശാപം വിഷ്ണുവിന്റെ ശാപം, ആ പേരിലുള്ള ഒരു ശാപം. ഒരു വില്ല് കൊട്ടാരത്തിലുണ്ട്. അത് 2-3 പേര് പിടിച്ചാലൊന്നും പൊങ്ങാത്ത വില്ലാണ്. അപ്പൊ ആ വില്ല് എടുത്ത് കുലയ്ക്കുന്ന ആളിന് മാത്രമേ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ജനക മഹാരാജാവ് വിളംബരം ചെയ്തു. അത് വിളംബരം ചെയ്യാനുള്ള ഒരു കാര്യം, ജനക മഹാരാജാവിന് ഒരു മകളാണ് സീത. അദ്ദേഹത്തിന്റെ അനുജന് 3 പുത്രിമാരുണ്ടായിരുന്നു. ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി, അങ്ങനെ 3. അങ്ങനെ ഈ 4 പെൺമക്കളും കൊട്ടാരത്തിൽ ഏക സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഈ 4 ബാലികമാരും ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുല്ലപ്പൂവ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പൊക്കത്തിലാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയുമില്ല, അത് എടുത്തെടുക്കാൻ പറ്റുന്നില്ല. ഉടനെ ഈ സീതാദേവി അന്തഃപുരത്തിനകത്ത് ഇരുന്ന കൊട്ടാരത്തിനകത്തിരുന്ന ശൈവശാപം പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അമ്പ് ചെയ്ത് പൂക്കളെല്ലാം എടുത്ത് വെച്ചു. ഇത് ജനക മഹാരാജാവ് കണ്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, തൻ്റെ മകളുടെ സ്വയംവരത്തിന് ഇതെടുത്ത് കുലയ്ക്കുന്നവന് വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് ഒരു വിളംബരം പ്രഖ്യാപിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം അത് വിളംബരം ചെയ്യിച്ചു. ഇത് അറിഞ്ഞ വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൂടി നേരെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ ചെന്ന് ഇത് അയോധ്യാധിപതിയായ ദശരഥന്റെ മക്കളാണെന്നും അവരിങ്ങനെ താടകയൊക്കെ വധിച്ച് രാക്ഷസകുലത്തെ ഒരു പരിധി വരെ നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണെന്നും ഈ ശൈവചാപം കാണാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ജനക മഹാരാജാവ് 3-4 പരിചാരകരെ കൊണ്ടുവന്ന് ശൈവചാപം എടുത്തു. ആ ശൈവചാപം എടുത്ത് ശ്രീരാമൻ അമ്പ് തൊടുത്ത് കുലച്ചത്. ഈ ശൈവചാപം 2-3 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോയി. ലോകമെങ്ങും ഗംഭീരമായ ശബ്ദത്തോടെയാണ് ഈ ശൈവചാപം ഒടിഞ്ഞത്. അതിനെപ്പറ്റി എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നുണ്ട്, സീത കാർമേഘം കണ്ട മയിലിനെ പോലെ സന്തോഷഭരിതയായി
സാധാരണഗതിയിൽ ഈ മയിലിനെ കണ്ടിട്ടുണ്ടല്ലോ, മയില് പടത്തിലല്ലെങ്കിൽ അല്ലാതെ മ്യൂസിയത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആകാശത്ത് കാർമേഘം കാണുമ്പോഴാണ് മയിലുകൾ ഏറെ സന്തോഷിക്കുന്നത്, പീലി വിരിത്തി നൃത്തം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ സന്തോഷത്തോടു കൂടി ആദ്യം തൻ്റെ കണ്ണുകൾ കൊണ്ട് ശ്രീരാമന് വരണമാല്യം അർപ്പിക്കുകയും രണ്ടാമത് സീതാദേവി വിവാഹഹാരം ശ്രീരാമന് അണിയിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ശ്രീരാമന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ രാജാവ് വിചാരിച്ചു എനിക്ക് 3 പെൺകുട്ടികൾ ഇനിയുമുണ്ട്, ദശരഥ മഹാരാജാവിന് 3 ആൺമക്കൾ ഇനിയുമുണ്ട്. ഇപ്പൊ എന്ത് ചെയ്തു? ലക്ഷ്മണനെ കൊണ്ട് ഊർമിളയെ വിവാഹം കഴിപ്പിച്ചു. എന്നിട്ട് ജനക മഹാരാജാവിനെ വൃത്താന്തമെല്ലാം സന്തോഷത്തോടെ അറിയിച്ചു. ദശരഥ മഹാരാജാവിനെ സന്തോഷത്തോടു കൂടി വൃത്താന്തമെല്ലാം അറിയിച്ചപ്പോൾ ദശരഥനും ഭാര്യമാരും മറ്റ് മക്കളും എല്ലാവരും പരിവാര സമേതം ജനകരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുകയും ഭരതനും ശത്രുഘ്നനും സുതകൃത്യയും മാണ്ഡവിയെയും കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം അവരവിടെ താമസിച്ചു. അതിനുശേഷം എല്ലാവരുമായിട്ട് രഥത്തിൽ അങ്ങനെ സന്തോഷഭരിതരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മാർഗതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് പരശുരാമനോട് പ്രത്യക്ഷപ്പെട്ടു. പരശുരാമൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഇല്ലേ? കേരളം എന്ന് പറയുന്ന നാട് മഴുവെറിഞ്ഞ് പരശുരാമൻ നേടിയതാണെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും ക്രോധനായിട്ട് ക്രുദ്ധനായി ക്ഷത്രിയന്മാരോടുള്ള വിരോധമെല്ലാം തൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര കോപാകുലനായിട്ട് വന്നു. എന്താണ് കോപാകുലനാവാൻ കാര്യം? തൻ്റെ ഗുരുവായ മഹേശ്വരന്റെ ശൈവചാപം ഒടിച്ചതിന്റെ വിരോധം. ശ്രീരാമനുമായിട്ട് വാഗ്വാദം ഉണ്ടായി. ശ്രീരാമൻ ഒരുപാട് അനുനയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലൊന്നും കേട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്തു, എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ശാപമുണ്ട്, അതും കൂടെ ഒന്ന് കുലയ്ക്കും എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള വൈഷ്ണവ ശാപം ശ്രീരാമൻ അതിൽ അസ്ത്രം തൊടുത്തു. ഇതെവിടേക്കാണ് പായിക്കേണ്ടത്? ഈ അസ്ത്രം പാഞ്ഞാൽ ഈ ലോകം തന്നെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് എവിടേക്ക് പായിക്കണമെന്ന് ചോദിച്ചപ്പോ പരശുരാമൻ പറഞ്ഞു, എന്റെ അസ്ത്രവിദ്യകളാകുന്ന അറിവിലേക്ക് പായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ അറിവും ജ്ഞാനവും എല്ലാം ശ്രീരാമനിൽ ലയിപ്പിച്ചിട്ട് വീണ്ടും പരശുരാമൻ ആശ്രമത്തിലേക്ക് തപസ്സെയ്യാൻ. അവിടുന്ന് അവരെല്ലാവരും തിരിച്ച് അയോധ്യയിലെത്തി. അങ്ങനെ സന്തോഷത്തോടെ കുമാരിമാരുമായി കഴിയുന്ന സമയത്താണ് രാജ്യത്ത് പട്ടാഭിഷേകം നടത്തണം, തൻ്റെ മൂത്തപുത്രനായ ശ്രീരാമന് രാജഭരണം ഏൽപ്പിക്കണം എന്ന് രാജാവ് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് അദ്ദേഹത്തിന് രാജഭരണം ഏൽപ്പിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി പട്ടാഭിഷേകത്തിനുള്ള വിളംബരം പ്രഖ്യാപിച്ചു. ജനങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തില്. കാരണം അവരുടെയൊക്കെ ഓമനപുത്രനായിട്ട് ശ്രീരാമൻ വാഴുകയാണ്. അങ്ങനെയുള്ള ശ്രീരാമന് പട്ടാഭിഷേകം നടത്തി രാജ്യാവകാശം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അവരെല്ലാവരും രാജ്യം മുഴുവൻ തോരണങ്ങൾ കെട്ടി അണിയിച്ചൊരുക്കുന്നു, ദീപാലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോ കൗസല്യമുള്ള പുത്രനായ ശ്രീരാമനോട് ഏറ്റവും അധികം സ്നേഹമുള്ളത് കൈകേയിക്കായിരുന്നു. തൻ്റെ പുത്രനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശ്രീരാമനെ സ്നേഹിച്ചിരുന്ന ആളാണ് കൈകേയി. കൈകേയി ഒക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പട്ടാഭിഷേകം മുടങ്ങിയാലേ ശ്രീരാമന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി കൈകേയിയുടെ ഉറ്റ തോഴിയായിരുന്ന മന്ധര രംഗപ്രവേശം ചെയ്തു. മന്ധര എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതും പുറത്ത് കൂനുള്ള കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം നിറഞ്ഞ ഒരു സ്ത്രീ. അവന് കൊട്ടാരത്തിൽ വന്നു. ആഹാ, ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ കൈകേയിയുടെ സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യല്ലോ എന്ന് കൈകേയിയെ പരിഹസിച്ചു. അപ്പൊ കൈകേയി പറഞ്ഞു, അതിനെന്ത്, എന്റെ മൂത്ത
മൂത്ത പുത്രൻ ശ്രീരാമൻ തന്നെയാണ്, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞെങ്കിലും പല 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 കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരിക്കലും പട്ടമഹർഷിയായിട്ടുള്ള ശ്രീരാമന്റെ അമ്മയ്ക്കാണ് രാജമാതാവ് എന്നുള്ള പദവി. കൈകേയി പിറകിലേ നിൽക്കാൻ പറ്റുള്ളൂ, കൈകേയിക്ക് ആ സ്ഥാനം കിട്ടത്തില്ല. അതുകൊണ്ട് വെറുതെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി സന്തോഷിക്കേണ്ട കാര്യമില്ല. ഈ അഭിഷേകം മുടക്കണം, ഈ പട്ടാഭിഷേകം നടത്താൻ പാടില്ല. ഇത് നടന്നാൽ നീ വെറും ഒരു ഭരതന്റെ അമ്മയായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദുഷുപദേശങ്ങളൊക്കെ കൊടുത്ത് കൈകേയിയെ വശത്താക്കി. അങ്ങനെ വശത്താക്കിയപ്പോ എന്താണ് ഇതിനൊരു മാർഗം? അതും മന്ദര തന്നെ പറഞ്ഞു കൊടുത്തു. നിനക്ക് 2 വരം തന്നിട്ടില്ലേ രാജാവ്? ആ വരം കൊണ്ട് ശ്രീരാമനെ 14 വർഷം വനത്തിലയക്കണമെന്ന്, ഭരതനെ അയോധ്യയിലെ രാജാവാക്കണമെന്ന് നീ രാജാവിനോട് ആവശ്യപ്പെടണം. അന്ന് നീ ആവശ്യപ്പെട്ടില്ലല്ലോ. 2 വരങ്ങൾ കിട്ടിയത് സമയമാകുമ്പോൾ ആവശ്യപ്പെട്ടോളാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടണം എന്ന് ഉപദേശിച്ചു. കൈകേയി തന്റെ ആടയാഭരണങ്ങളൊക്കെ വലിച്ചു കളഞ്ഞ് മോഹാലസ്യപ്പെട്ട് കണ്ണീരിലാറാടി കൊട്ടാരത്തിലെ രാജമെത്തയും കട്ടിലുമെല്ലാം ഉപേക്ഷിച്ച് തറയിൽ കിടന്ന് കരഞ്ഞ് ഉരുണ്ട് പെരണ്ട് വളരെ ദുഃഖിതയായി. ഇതറിഞ്ഞ ദശരഥ മഹാരാജാവ് നേരെ തന്റെ പ്രിയപത്നിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. എന്താണ് പ്രിയ, നിനക്കിന്ന് ഇത്ര വലിയ ദുഃഖം? എന്താണ് കാര്യവും? അതൊന്നും അറിഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചിട്ടില്ല. ദേവി വളരെ ദുഃഖിതയും ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ക്രോധാലയത്തിൽ പ്രവേശിക്കുന്ന കോപം കൊണ്ട് ജ്വലിച്ചിരിക്കുന്നു. അങ്ങനെ രാജാവ് വളരെ അനുനയപൂർവ്വം കൈകേയിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്ക് 2 വരങ്ങൾ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒന്ന് ഭരതനെ രാജാവാക്കണം അയോധ്യയിലെ, രണ്ടാമത്തേത് ശ്രീരാമൻ 14 വർഷം വനത്തിൽ പോകണം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡില് രാജാവ് അതിന് സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ടീച്ചറമ്മയോട് ചോദിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അല്ലേ മീനമ്മ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് ടീച്ചറമ്മ പുതിയ പുതിയ കഥകളുമായിട്ട് വളരെ ഇഷ്ടത്തോടെ വരിക, അല്ലേ? അതെ, നമുക്കൊരു സന്തോഷമായിരിക്കും. നന്ദി, നമസ്കാരം.